സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയെ പ്രതിനിധീകരിക്കുന്നുവെന്ന സൗദി മോഡലായ റൂമി അൽ അഖ്താനിയുടെ അവകാശവാദം തെറ്റെന്ന് സംഘാടകർ. സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുക്കുന്നില്ലെന്നും ഇത്തരം അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മിസ് യൂണിവേഴ്സ് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സൗദിയിൽ നിന്ന് മത്സരാർത്ഥിയെ കണ്ടെത്തുന്നതിന് സെലക്ഷൻ പ്രോസസ് ഒന്നും നടത്തിയിരുന്നില്ലെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമുണ്ട്. സെലക്ഷൻ നടപടികൾ കടുപ്പമേറിയതാണെന്നും സുതാര്യമായും നീതിപൂർവമായുമാണ് മത്സരാർത്ഥികളെ കണ്ടെത്തുന്നതെന്നും അറിയിപ്പിൽ വിശദീകരിച്ചു. മെക്സിക്കോയിൽ നടക്കുന്ന 73ാമത് മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ 100ലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ സൗദി അറേബ്യ ഇല്ല. ഏതൊക്കെ രാജ്യങ്ങളിൽ സൗന്ദര്യ മത്സരത്തിനായി സെലക്ഷൻ ട്രയൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളുടെ അപ്രൂവൽ സമിതിയാണെന്നും മിസ് യൂണിവേഴ്സ് സംഘാടകർ വ്യക്തമാക്കി. സൗദി അറേബ്യ ആദ്യമായി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ വാർത്തയ്ക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. റൂമി അൽ അഖ്താനി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് സൗദിയെ പ്രതിനിധീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ പരമ്പരാഗത രീതിയിൽ നിന്ന് കൂറുമാറുകയാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി സമീപകാല ഉദാഹരണങ്ങൾക്കിടെ ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ ആദ്യമായി ഒരു സൗദി വനിത എത്തുന്നുവെന്നും മാറ്റത്തിന്റെ കാറ്റ് വീശിയതോടെ സൗദി അറേബ്യ വലിയ പരിഷ്കരണങ്ങളിലേക്ക് വിധേയരാവുകയാണ് എന്നാണ് ആദ്യം റൂമിയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ പൊതുജനങ്ങൾ പറഞ്ഞത്. 27കാരിയായ സൗദി മോഡൽ റൂമി അൽ അഖ്താനി മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും ലോകത്തിലെ ഏറ്റവും ജനശ്രദ്ധയേറിയ മത്സരങ്ങളിലൊന്നായ ലോക സൗന്ദര്യ മത്സരവേദിയിൽ ആദ്യമായാണ് ഒരു സൗദി വനിത ചുവടുവെക്കുന്നത് എന്നുമുള്ള ഹൈപ്പുകളും പുറത്തു വന്നിരുന്നു. 73ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുമെന്ന് റൂമി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. മിസ് യൂണിവേഴ്സ് 2024 മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നു. സൗദി അറേബ്യയുടെ അരങ്ങേറ്റമാണിത് എന്നായിരുന്നു അറേബ്യയിൽ റൂമിയുടെ പോസ്റ്റ്. സൗദി പതാകയേന്തിയ തന്റെ നിരവധി ഫോട്ടോകൾ സഹിതം മാർച്ച് 25-നാണ് റൂമി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത്. സൗദിയിൽ വനിതകൾക്ക് വാഹനം ഓടിക്കുന്നതിനും പുരുഷ രക്ഷകർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ദൂരയാത്രകൾ ചെയ്യുന്നതിനും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് സമീപ വർഷങ്ങളിലാണ് നീക്കിയത്. റിയാദ് സ്വദേശിയായ 27കാരിയായ റൂമി അൽ അഖ്താനി ദന്തചികിത്സയിൽ ബാച്ചിലർ ബിരുദം നേടിയിട്ടുണ്ട്. കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം മോഡലിംഗിലേക്ക് തിരിയുകയായിരുന്നു. റൂമിക്ക് സ്വന്തമായി ബിസിനസ് സംരംഭങ്ങളുമുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക് ഭാഷകളിൽ പ്രാവീണ്യവുമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 10 ലക്ഷം ഫോളോവേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. ഫാഷൻ, മോഡൽ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്താറുള്ളത്. മിസ് യൂണിവേഴ്സ് 2024 പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും സൗദി അറേബ്യയുടെ ആദ്യ പങ്കാളിത്തമാണിതെന്നും അൽ അഖ്താനി അറബിയിൽ അന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഇതോടൊപ്പം ദേശീയ പതാകയണിഞ്ഞ് ഗൗൺ ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. മിസ് പ്ലാനറ്റ് ഇന്റർനാഷണൽ, മിസ് വുമൺ ഇന്റർനാഷണൽ ബ്യൂട്ടി കോൺടെസ്റ്റ്, മിസ് ഗ്ലോബൽ ഏഷ്യൻ തുടങ്ങി നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ റൂമി അൽ അഖ്താനി പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ മാസം ആദ്യത്തോടെ മലേഷ്യയിൽ സമാപിച്ച മിസ് ഗ്ലോബൽ ഏഷ്യൻ സൗന്ദര്യ മത്സരത്തിലാണ് റൂമി അവസാനമായി മത്സരിച്ചത്. ഇന്ത്യയുടെ ഉഷ റാത്തോഡ് ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നായി 25 പേർ പങ്കെടുത്ത ഈ മത്സരത്തിൽ റൂമി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഫിലിപ്പീൻസിൽ നിന്നുള്ള ഡയാൻ ഷെയ്ഖ് മാഗ് അബോയ് ആണ് മിസ് ഗ്ലോബൽ ഏഷ്യൻ 2024 കിരീടം ചൂടിയത്. മത്സരത്തിലെയും അതിനു മുൻപും ശേഷമുള്ളതുമായ നിരവധി ഗ്ലാമർ ചിത്രങ്ങൾ റൂമി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഫെബ്രുവരി ആദ്യത്തോടുകൂടി മലേഷ്യയിൽ സമാപിച്ച മിസ് ഗ്ലോബൽ ഏഷ്യൻ സൗന്ദര്യ മത്സരത്തിലും റൂമി പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത് സൗദി അറേബ്യയെ ഔദ്യോഗികമായി പ്രതിനിധീകരിക്കുന്നതല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മിസ് യൂണിവേഴ്സ് സംഘാടകരുടെ വിശദീകരണക്കുറിപ്പ് വ്യക്തമാക്കുന്നത്.